രേണുസുതി പഴയ കുറെ ഇന്റർവ്യൂ ഒക്കെ കുത്തിപ്പൊക്കിണ്ടല്ലോ. എന്ത് സംഭവം? അമ്മയുടെ വില അറിയില്ല, അതല്ല ഇതല്ല. കിച്ചുവിനെ സർപ്രൈസ് ആയിട്ട് വിളിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ മോനെ ചോദിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ എന്ന് പറയുന്നു. പിന്നെ കൊല്ലസുധിയുടെ ലൈഫിലേക്ക് വരുമ്പോ ചെക്കന് 11 വയസ്സാണ്, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കുത്തിപ്പൊക്കുന്നുടേ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇനി കിച്ചുവിന് ഈ രേണുവിന്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു സഹായങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ പറയുന്നത് പൈസ കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്, പൈസക്ക് വേണ്ടി വിളിക്കാറുണ്ട്, പൈസയാണ് എല്ലാത്തിനും മുഖ്യം എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, ഇനി അതും ഉണ്ടാവൂല. അപ്പൊ അതൊക്കെ നൈസായിട്ട് ചെക്കനെ ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നിലവില് ഇവൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛന്റെ ലൈഫിലേക്ക് കയറി വരുമ്പോൾ എനിക്കൊരു അമ്മയെ കിട്ടി എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇരുന്നു എന്നുള്ളതാണ്. പക്ഷെ അമ്മയെ കിട്ടി എന്നുള്ള കാര്യത്തിന്റെ അപ്പുറത്തേക്ക് അവന് ശരിക്കും നല്ല 8ന്റെ പണി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളത്. ഇപ്പൊ അവര് പറഞ്ഞ കേട്ടില്ലേ, അതാണ് കിച്ചു കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് ഒന്ന് കേട്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയണം കേട്ടോ. അത് ഇന്നലെ തന്നെ ഞാൻ റിയാക്ട് ചെയ്യാൻ വെച്ചതാണ്, പക്ഷെ അതിന്റെ ഇടയിൽ രേണു കുറെ വീഡിയോ ഇട്ടു, അതുകൊണ്ടാണ് കാണാം. ഒടുക്കും മരിക്കുമ്പോൾ ആറടി മണ്ണ് സ്വത്ത് പിടിച്ചതെല്ലാം പുലിവാലടാ, കാണ്ടാമൃഗത്തിന്റെ തോലിടാ, അടുതിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ ചീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണിടാ, പദവി പണവൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളിടാ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? അറിയാതെ അതിൽ പെട്ടുപോയതാണ്. പക്ഷെ അതവിടെ കിടക്കട്ടെ. കാരണം എന്താ വെച്ചാല് രേണുവിന്റെ ഈ ഒരു നാടകം ഉണ്ടല്ലോ, അത് രേണു തന്നെ അങ്ങ് പൊളിച്ചടക്കി എന്നുള്ളതാണ്. ആദ്യം കരഞ്ഞ് 2-3 വീഡിയോ, പിന്നെ ഒറ്റയടിക്കാണ്ട് തിരിഞ്ഞു, ഭയങ്കര ധൈര്യം വന്നു. പക്ഷെ അവരാ കരഞ്ഞ വീഡിയോയിൽ അവർ അഭിനയിച്ച അഭിനയം ഉണ്ടല്ലോ, ഓസ്കാറിനെ വെല്ലും. പിന്നെ കാണിച്ചതൊക്കെ കോപ്രായത്തരം തന്നെ. ഇപ്പൊ വീണ്ടും തുടങ്ങി കോപ്രായത്തരങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം വഴി കുറെ ഇന്റർവ്യൂസ് കുത്തിപ്പൊക്കിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്തിന് ഇപ്പോ ഇതിട്ടു? കിച്ചുവിനെ ഞാൻ സഹായിക്കാറുണ്ട് എന്ന് പറയുന്നതിന് തുല്യാണ്. കാണാം. കിച്ചുവായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? അവൻ എന്റെ മോനല്ലേ, അവനുമായിട്ട് എന്ത് വിഷയം? ഞങ്ങള് തമ്മിൽ നല്ല ബോണ്ടാണ്, നല്ല രീതിയിൽ പോകുന്ന അമ്മ മകൻ. കാരണം എനിക്ക് സുചേട്ടന്റെ ആ ഒരു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരാഴ്ച കാലഘട്ടം, ഒരാഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ സുചേട്ടനായിട്ട് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അപ്പൊ അടുത്തടുത്ത റൂമിലായിരുന്നു അവര്. അന്ന് ഒരു ആശ്വാസിൽ ഏതൊരു ഞങ്ങൾ വേറൊരു വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ എഴുത്തും കാര്യങ്ങളും നടക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അന്ന് കിച്ചുവിന് 13 വയസ്സാണ്. അന്ന് രേണു വിളിച്ചു തുടങ്ങിയത്. അന്നാണ് സൂചേട്ടനെ വിളിച്ചു തുടങ്ങിയത്. സൂചേട്ടന്റെ ലൈഫിലോട്ട് വരുന്നത് സൂചേട്ടനെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ സൂചേട്ടൻ പറയാറുണ്ട്, ഇത് എന്റെ ഗേൾഫ്രണ്ട് ആടാ, എന്റെ വാവൂട്ടനാടാ, ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയാടാന്നൊക്കെ പറഞ്ഞേക്കാം. അന്ന് എനിക്കൊന്ന് കിച്ചുവിന് 13 വയസ്സേ കണ്ടുള്ളൂ. അന്ന് തൊട്ട് കിച്ചുവിനെ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കുക. അമ്മ എന്ന് ആദ്യം വിളിച്ചത് കിച്ചുവാണ്. ഓക്കെ, ഈ കഥ നമുക്കറിയാം. പക്ഷെ ഈ കഥക്ക് ഒരുപാട് മുഖങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവർ ഏതൊരു പ്രോഗ്രാമിൽ കയറി ഒറ്റയ്ക്ക് പറഞ്ഞ പരിപാടിയുടെ പേരെന്താ ഞാൻ മറന്നുപോയത്. അതിനിടയിൽ പോയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു പ്രണയത്തെ കുറിച്ചിട്ടുള്ളതാണ്. കൊല്ലസുധിയെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു, കൊല്ലസുധി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അതിനെന്താ മോളെ കണ്ടോളൂ എന്ന് കൊല്ലസുധി പറയുന്നു. ആദ്യമായി കാണുന്ന കഥയാണ് പറയുന്നത് കേട്ടോ. ആ സമയത്ത് കൊല്ലസുധിയുടെ കൂടെ കിച്ചു ഉണ്ടായിരുന്നു. അന്ന് 10-11 വയസ്സ് അങ്ങനെ എന്തോ. അവിടെ നേരിട്ട് പോയ സമയത്ത് കിച്ചു പറയത്രേ, ഈ ചേച്ചി കൊള്ളാം, അല്ലെങ്കിൽ ഈ അമ്മ കൊള്ളാം, ഈ അമ്മ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ കൊല്ലസുധി ചോദിച്ചത്രേ, പോരുന്നോ എന്റെ കൂടെ എന്നുള്ളത്. അപ്പൊ രേണു വിചാരിച്ചത്രേ, ആ കുഞ്ഞൊരു അമ്മയാവാനല്ലേ വിളിക്കുന്നത്, പോകാമെന്നുള്ളത്. പക്ഷെ അതല്ല പിന്നീട് പറയുന്ന കഥ മാറിക്കൊണ്ടിരിക്കുക. ഒരു ആത്മാർത്ഥമായ പ്രണയത്തിന്റെ കഥ പറയുമ്പോൾ അതിലൊരിക്കലും തള്ളുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തള്ളുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷെ ഒരു തള്ളു തള്ളിയ ആ തള്ളു തന്നെ പിടിച്ചു പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഇവിടെ കിച്ചു അമ്മയെ സെലക്ട് ചെയ്തു എന്നാ പറയുന്നത്. പക്ഷെ കിച്ചു പറയുന്നത് അച്ഛന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നതാണെന്നും അങ്ങനെ പോയതാണെന്നുള്ളത്. എന്നാൽ ആ സമയത്ത് കൊല്ലസുധിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ അല്ലെ. ആ ഭാര്യ എങ്ങനെയാണ് ഈ ബന്ധം വേറിട്ട് പോകുന്നത് അത് അവർ ഇന്റർവ്യൂയിലൂടെ പറഞ്ഞിട്ടുണ്ട്. രേണുവിന്റെ ഈ രംഗപ്രവേശനാണെന്നുള്ളത്. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പൊ 11 വയസ്സുള്ള കിച്ചു എന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചു. ബാക്കി ആ കുട്ടീനെ എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. എന്നെ അന്ന് എന്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ എന്റെ കിച്ചുവാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത് ആദ്യം. അതൊരിക്കലും എന്താ പറയാ, നമുക്കൊന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചു ആയിട്ട്. ഇപ്പൊ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം.
എടുക്കുമെന്നറിയില്ല, വിളിക്കാം. ഓക്കെ, വിളിച്ചിട്ട് പറയൂ. എനിക്ക് എടാ ഇങ്ങനെ ഒരു വെബ് സീരീസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഒരു മോഡേൺ വേഷമാണ് ചെയ്യുന്നത്, ഞാൻ അത് ചെയ്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിച്ചു. എനിക്ക് അതിന് മുമ്പ് പറയണ്ട എന്തായിരിക്കും അവൻ പറയണമെന്നൊന്നും ഇടപെടത്തില്ല, അതാണ് എനിക്കറിയാം. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തേ, മൈക്കിനോട് ചേർത്ത് വെച്ചാൽ. കിച്ചു, കിച്ചു അമ്മയാടാ, എവിടാ പന്ന? ആണോ? എടാ എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എടാ എനിക്കൊരു വെബ് സീരീസ് കിട്ടി, അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന, കുഴപ്പമുണ്ടോ നിനക്ക്? ആ ഓക്കേടാ, എനിക്കറിയാം നീ ഇതേ പറയത്തോളെന്ന് അറിയാം. ഓക്കേടാ ശരി, വീട്ടിലോട്ട് വാട്ടോ. വീട്ടിലോട്ട് വായട്ടോ. ഇവിടെ കിച്ചു ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞേ, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമില്ല, അത്രക്ക് കണക്ഷനൊന്നുമില്ല, അവരുടെ ഫാമിലി എന്നെ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്, അവരൊന്നും അത്ര ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ എന്തിനാ അത് വീണ്ടും കുത്തിപ്പോക്കുന്നേ? എന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാറില്ല. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അത് കൃത്യമായിട്ട് ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ട്, ഇടപെടാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ബോണ്ട് ഞങ്ങൾക്കില്ല. അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്നത്, സംഭവം ശരിയാ. പക്ഷെ ഇപ്പൊ പൈസയുടെ അളവിലാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നത്, പണം കൊണ്ട് തൂക്കുകയാണ്, പണം എന്ന തുലാസിൽ തൂക്കിക്കൊണ്ടിരിക്കുക. അവൻ ഇടക്കിടക്ക് വിളിക്കും പൈസക്ക് വേണ്ടി മാത്രം. നിങ്ങൾ ഈ വാക്ക് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. കിച്ചു വിളിക്കാറുണ്ടോ? ആ കിച്ചു വിളിക്കാറുണ്ട്, കുറച്ച് നേരത്തെ ഇപ്പൊ അവന് കുറച്ച് പൈസ വന്നാൽ പെട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ വാക്ക് പലപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പണത്തിന്റെ മുകളിൽ അങ്ങോട്ട് ചെക്കനെ അങ്ങോട്ട് ലോക്കാക്കി വെച്ചോണ്ടിരിക്കുക. അതേപോലെ ഏതോ ഒരു സ്ത്രീയെ കൊണ്ട് ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവർക്ക് കുറെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസയുടെ കണക്കാ. ഇതൊക്കെ മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവർ ഇടുന്ന വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പൊ അതാണ് മെയിൻ പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചുവിനെ നേരിട്ട് വിളിക്കാം, അല്ലെ ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. പക്ഷെ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു തുറന്നു പറഞ്ഞതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അയാൾ അനുഭവിച്ച കാര്യങ്ങൾ അത് അയാൾക്ക് അറിയുള്ളൂ. രേണുസുതി പറയുന്ന ഈ കാര്യങ്ങൾ തന്നെ ശരിയാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇനി ഈ ഒരു കരച്ചിൽ നാടകത്തിന്റെ തുടക്കം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കാരണം എവിടെ നോക്കിയാലും രേണുസുതി രേണുസുതി ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വെറുത്തു തുടങ്ങി. ആ സമയത്താണ് കിച്ചു ഇത്രയും നാള് മനസ്സിനകത്ത് കൊണ്ടുവച്ച ആ ഒരു ശ്വാസം മുട്ടലുകൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത്. അതിൽ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചത് അളിയനാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മരണ വാർത്ത അറിഞ്ഞ് പോണ സമയത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ടാണ് ഈ ഒരു കളി കളിക്കുന്നത്. അത് കഴിഞ്ഞ് തങ്കപ്പച്ചേട്ടൻ ചെയ്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മരണം നിങ്ങൾക്ക് ബോഡി എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണം, അതിന് പള്ളിയിലച്ചന്മാർ അങ്ങനെ ആരൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു പരിപാടി ചെയ്തല്ലോ. അതിനുശേഷം ചെക്കന്റെ കയ്യിലേക്ക് ഒരു ബില്ല് കൊടുക്കുന്നു. പിന്നെ അന്ന് കിട്ടിയ ഒരുപാട് ഫണ്ട് കിട്ടിയത്രേ. ആ ഫണ്ടൊക്കെ വെച്ചുകൊണ്ട് ചെക്കന് ഒരു ബൈക്ക് വാങ്ങി കൊടുത്തിട്ട് നൈസായിട്ട് സെറ്റ് ചെയ്തു. 10-25,000 ഉറുപ്പിക ഉണ്ടാവും വേറെ ഒരു സ്പ്ലെൻഡർ ബൈക്കിന്, പഴയ ബൈക്കിന്. ബാക്കി പൈസ എന്താ ചെയ്ത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങൾ എന്താ ചെയ്തത്. പക്ഷേ രേണുസുതി പറഞ്ഞ ഈ കഥകളിൽ തന്നെ ഒരുപാട് അന്തരങ്ങളുണ്ട്. പലപ്പോഴും പലതാ പറയുന്നത്. ആ ഒരു പ്രണയത്തിന്റെ കഥ തന്നെ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കി നോക്ക്. വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യണ സമയത്ത് ഞാൻ എല്ലാ പ്രണയ കഥകളെ കുറിച്ച് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുതരാം. അത് ആ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ കഥ പോലും വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഓക്കെ, എന്തും ആവട്ടെ, ഇവിടെ കിച്ചു ഒരു വീഡിയോ ചെയ്തു. ആ പാട്ട് നിങ്ങൾ കേട്ടല്ലോ, അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. രേണുസുതി മറ്റൊരു സംഭവം പുറത്തേക്ക് ഇടുന്നു. കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് എന്നെ ഒന്നും പറയാറില്ല എന്നുള്ള സാധനം കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കുന്നു. കിച്ചുവിന് ഞാൻ പണം കൊടുക്കാറുണ്ട്, ആ ഒരു പണത്തിന്റെ ബന്ധം മാത്രമേ ഞങ്ങളുള്ളൂ എന്നുള്ളത്. അമ്മ എന്നുള്ളതിന് ഒരു മൂല്യം ഉണ്ടെന്ന് പറയുന്ന ഈ രണസുന തന്നെയാണ് ആ ഒരു കാര്യം മറ്റുള്ള ആളുകൾ ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവരുടെ കഴിവിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു തരം ആദ്യം ഇല്ല. അവരെന്ത് വേണമെങ്കിലും കാണിച്ച് കൂട്ടട്ടെ, കോപ്രാതരം കാണിക്കട്ടെ, നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോ ഒന്നും വേണ്ട, ഇവരിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോന്റെയും കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കി, ഒരു സപ്പോർട്ട് പോലും ഇല്ല. കരച്ചൽ നാടകം കഴിഞ്ഞിട്ട് ചിരിച്ചൽ നാടകം, പിന്നെന്താണ് അതിന്റെ ഇടയിൽ ഏതോ രാജ്യടോക്ക് അങ്ങനെ എന്തോ ഒരാള് അവരുടെ മെമ്പർഷിപ്പിനെ കുറിച്ചിട്ടുള്ള സാധനം ഇട്ടിട്ടുണ്ടായിരുന്നോ. ഇങ്ങനെ ഒരു കരച്ചിൽ നാടകം നടക്കുമ്പോൾ അടുത്തത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത സാധനം എന്താ? എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഇത് പറയാനാണ്. അപ്പൊ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ പണത്തിന്റെ മുകളിൽ അങ്ങ്
കെട്ടിവെച്ചിരിക്കുക. പണം 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 അതാന്നുള്ള രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഊളത്തരാണ് അത്. ആ ചെക്കന്റെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ സായി സീക്രട്ട് ഏജന്റ് ബ്രോ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലസുത്തി അത്ര നല്ല മനുഷ്യനൊന്നുമല്ല, അത്ര വെടുപ്പൊന്നുമല്ല. പലതും കുത്തിപ്പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അയാൾ നാറുന്ന. പക്ഷെ മരിച്ചുപോയ ഒരാളെ വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് പറയുന്നത്. ആദ്യ ഭാര്യ ഇട്ടെറിഞ്ഞു പോകാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭാര്യയുടെ ഒരുപാട് സ്വത്ത് ഇയാൾ അടിച്ചു മാറ്റിയിട്ടോ എന്താ ദൂർത്തടിക്ക് ചെയ്തിട്ടുണ്ട്. അത്ര അതൊന്നും കിച്ചുവിന് അറിയുന്ന കാര്യമൊന്നും ആവണമെന്നില്ല. രണ്ടാമത്തെ ഭാര്യ ഒഴിവായി പോകാനുള്ള കാരണം അത് അവര് പറഞ്ഞിട്ടുണ്ട്, ഈ രേണുസുതിയിലേക്ക് രംഗപ്രവേശനം നടത്തിയാന്നുള്ളത്. ഓക്കെ, എന്തായാലും രേണുസുതിക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല പങ്കുണ്ട്. ഓക്കെ, ഇനിയിപ്പോ കിച്ചു എന്താ പറയാന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോ കിച്ചു ഇനി മറ്റൊരു കാര്യവും പറഞ്ഞിട്ട് രംഗത്ത് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് വരട്ടെ. അല്ലെങ്കിൽ രേണു വീണ്ടും ഒരു ഇന്റർവ്യൂ പോവും, എന്നിട്ട് മോനെ കിച്ചു ഒന്ന് സംസാരിക്കട്ടെടാ, സംസാരിക്കും. ആ കിച്ചുവിന് നോ പറയാൻ അറിയാത്തത് കൊണ്ട് അവൻ അതിൽ ലോക്കായി പോകും. നിങ്ങൾ കിച്ചുവിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, രേണുസുതിയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷെ ഈ വിഷയത്തിൽ കിച്ചു പറഞ്ഞ പല കാര്യങ്ങളും സത്യസന്ധമായ കാര്യമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. അവന്റെ മുഖം കണ്ടപ്പോൾ തോന്നി, ഒരു നുണ അവിടെ കണ്ടില്ല. നേരെ തിരിച്ച് കരച്ചിൽ നാടകം കറക്റ്റ് നുണയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ അഭിപ്രായം പറയും. വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.